പാകിസ്ഥാനിൽ ജാഫർ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് ബിഎൽഎ ആണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. അതിൽ മജീദ് ബ്രിഗേഡ് എന്ന സംഘടനയുടെ അംഗങ്ങളുണ്ട്. 450-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്ന ട്രെയിനിൽ 350 പേരെ പാകിസ്ഥാൻ സൈന്യം രക്ഷപ്പെടുത്തിയെന്ന് അവർ പറയുന്നു. എന്നാൽ 80 മുതൽ 100 വരെ ആളുകൾ ഇപ്പോഴും അവരുടെ കൈകളിൽ ബന്ദികളാണ്. ഇന്നലെ സംഭവിച്ച വെടിവയ്പിൽ 27 ബിഎൽഎ അംഗങ്ങളും 20 സൈനികരും കൊല്ലപ്പെട്ടു. മജീദ് എന്ന വ്യക്തിയുടെ മരണശേഷം ബിഎൽഎ മജീദ് ബ്രിഗേഡ് എന്ന സംഘടന രൂപീകരിക്കുകയും 2010 മുതൽ ഈ സംഘടന കൊട്ട എന്ന പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഒരാഴ്ച മുൻപ് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ജാഫർ ട്രെയിനിൽ ആക്രമണം നടക്കുമെന്ന് വിവരം ലഭിച്ചു. പക്ഷേ സൈന്യം അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല. 2018-ലും 2023-ലും ബിഎൽഎ ഈ ട്രെയിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. 2024 നവംബറിൽ കൊട്ട റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ഫോടനം നടന്ന് 26 പേർ മരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 1.5 മാസമായി ജാഫർ എക്സ്പ്രസ് പ്രവർത്തിച്ചിരുന്നില്ല, കാരണം ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. ഒരാഴ്ച മുൻപ് ട്രെയിൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു, പക്ഷേ ഹൈജാക്ക് ചെയ്യപ്പെടുകയും ബന്ദികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തി ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പൂർണ്ണമായി വിജയം കണ്ടില്ല. ബിഎൽഎ ട്രെയിനിലെ ചില ബോഗികൾ മാത്രമാണ് നിയന്ത്രണത്തിലെടുത്തിരിക്കുന്നത്. അവർ അടുത്തതായി എന്ത് ചെയ്യുമെന്ന് പാകിസ്ഥാൻ ആശങ്കയുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ മന്ത്രിമാർ ഇതേപ്പറ്റി ചർച്ച നടത്തുകയും എന്നാൽ ചിലർ പറയുന്നത് ബന്ദികളെപ്പറ്റി അല്ല ഇപ്പോൾ ചിന്തിക്കേണ്ടത്, ഭീകരർക്ക് മുന്നിൽ തലകുനിക്കരുത് എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വച്ചത്. അഫ്ഗാനിസ്ഥാൻ സൈന്യം ബലൂചിസ്ഥാൻ പ്രവിശ്യയെ പൂർണ്ണമായും നിയന്ത്രണത്തിലെടുക്കാൻ സാധ്യതയില്ല. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശ്രമങ്ങൾ തന്നെ ഒരു തിരിച്ചടിയായി മാറും. പക്ഷേ തെഹ്രിക്ക് താലിബാൻസിന് ബലൂചിസ്ഥാനിലേക്ക് കയറാൻ എളുപ്പമാകും. ഇത് പാകിസ്ഥാനെ ഭയപ്പെടുത്തും. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പ്രോജക്ടിന് തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബലൂചിസ്ഥാനിലുള്ള ചൈനക്കാരെ സംരക്ഷിക്കാൻ ഒരു സ്പെഷ്യൽ ആർമി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ ഹൈജാക്ക് ബിഎൽഎ നടത്തിയ ആക്രമണങ്ങളുടെ ഒരു ഭാഗമാണ്. ഇതിനുശേഷം ചൈനയിലെ എഞ്ചിനീയേഴ്സിനെ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ചൈനയ്ക്കും വലിയ തിരിച്ചടിയായിരിക്കുമെന്ന്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ്.